Hello friends, welcome to Appz corner. ഇന്ന് പട്ടു സാരിയുടെ മുന്താണി, അതായത് ചില സ്ഥലങ്ങളിൽ തല പല്ലു എന്നൊക്കെ പറയും, അതെങ്ങനെയാണ് കിട്ടുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. ചില പട്ടു സാരികൾക്ക് ഇതുപോലെ നൂലുണ്ടാവും. അപ്പോൾ ബ്ലൗസ് പീസ് മുറിച്ച് മാറ്റിയതിന് ശേഷം ബാക്കി വരുന്ന ത്രെഡ് എടുത്തിട്ട് നമുക്ക് കെട്ടിക്കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ത്രെഡ് ഇല്ലാത്ത സാരികൾക്ക് എങ്ങനെയാണ് ത്രെഡ് എടുക്കാമെന്നാണ്. അപ്പോൾ മിക്കവരും ഇതുപോലത്തെ സാരിയുടെ മുന്താണി മടക്കി സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യാറ്. എന്നാൽ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ സാരികൾക്കും ഇതുപോലെ കെട്ടിക്കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് സാരി. ഇതിൻ്റെ ബ്ലൗസ് പീസ് ഞാൻ മുറിച്ച് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ ത്രെഡില്ല, കണ്ടോ? ഞാനിതൊന്ന് നിവർത്തി കാണിച്ചു തരാം. ഇവിടെ കുറച്ച് ത്രെഡ് കാണാനുണ്ട്. അപ്പം നമുക്ക് ത്രെഡ് എടുക്കാനായിട്ട് ഒരറ്റത്ത് നിന്ന് നൂല് വലിച്ചെടുക്കണം. ഇനി ഇതൊന്ന് വലിച്ചെടുക്കാം. അപ്പോൾ അപ്പുറത്തെ സൈഡിലെത്തുമ്പോൾ വിട്ടു പോരുന്നില്ലെങ്കിൽ നമുക്ക് അവിടെ വെച്ചിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ത്രെഡ് കിട്ടുന്നില്ലെങ്കിൽ ഇതാ ഇവിടെ നിന്ന് വലിച്ചെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതിയാവും. ആ കസവിൻ്റെ ഭാഗം വരുമ്പോൾ ത്രെഡ് പൊട്ടിപ്പോവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം നമ്മൾ പിന്നെയും ഒന്ന് ത്രെഡ് എടുത്തിട്ട് വലിച്ചു കൊടുത്താൽ മതിയാവും. ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കസവിൻ്റെ അവിടെ എത്തുമ്പോൾ ഇതാ ഇതുപോലെ വിട്ടുപോരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ കുറച്ചും കൂടി എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ കെട്ടാനുള്ള അത്രയും ലെങ്ത്ത് വരെ നമ്മൾ നൂലെടുത്ത് കളയണം. അപ്പം ഞാൻ ദേ ഇത്രയുമാണ് ത്രെഡ് എടുത്തിരിക്കുന്നത്. ഞാനൊന്ന് ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്ക് ഈ ത്രെഡിൻ്റെ ചെറിയൊരു പോർഷൻ എടുക്കാം. എന്നിട്ട് പയ്യെ ഒന്ന് പിരിച്ചു കൊടുക്കുക. ഏകദേശം അറ്റം വരെ ഒന്ന് പിരിച്ചു കൊടുക്കണം. എന്നിട്ട് മടക്കിതാ ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി എടുക്കുക. അപ്പോൾ കസവിൻ്റെ ഭാഗത്തുനിന്ന് കെട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ ആദ്യത്തേത് കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റും ഇതുപോലെ തന്നെ ചെയ്യണം. അപ്പോൾ ഏകദേശം അറ്റം വരെ ഒന്ന് പിരിച്ചു കൊടുത്തിട്ട് മടക്കി ഇതിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് എടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ ചെയ്യണം. ഇപ്പം ഞാൻ കുറച്ചും കൂടി ഇതുപോലെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ കസവിൻ്റെ അത്രയും ചെയ്യുന്ന ബുദ്ധിമുട്ട് നമുക്ക് ഈ ഭാഗത്തിന് ചെയ്യാനായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ ചെയ്യണം. ഇപ്പം ഞാൻ ബാക്കിയുള്ള പോർഷനും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊന്ന് ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ മുന്താണിയുടെ ടാസിൽസ് എല്ലാം ഇട്ട് കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ഞാനിവിടെ കാണിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ സാരി ഉള്ളവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ബൈ.